അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു. ആദിൽ എന്നു പേരുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ചുരുളുകൾ പുറത്തു വന്നു. ഉമ്മ ആ പൊന്നുമോന് സഹോദരങ്ങളുമായിട്ട് ഒന്ന് വഴക്ക് കൂടി. വീട്ടിനകത്ത് അവരിങ്ങനെ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവസാനം അവർ ചെറിയൊരു തർക്കത്തിലായപ്പോൾ ഉമ്മ ആദിലെന്ന് പറയുന്ന പൊന്നുമോനെ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ ഉമ്മയൊന്ന് ചീത്ത പറഞ്ഞു. ആ പൊന്നുമകന് അത് വല്ലാത്ത വേദനയായി. തൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്താം എന്ന രീതിയിലേക്ക് ആ പൊന്നുമോൻ്റെ മനസ്സ് മാറുകയും ചെയ്തു. ആ കുട്ടി അവിടുന്ന് ആത്മഹത്യ ചെയ്തു എന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ ഇടയായത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ടും കൂടെയാണ്. ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കിയിട്ടാണ്, ഉമ്മയിലേക്കും ബാപ്പയിലേക്കും നോക്കിയിട്ടാണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ പുസ്തകത്താളുകളെ നമ്മളൊന്ന് മറിക്കാൻ. നമ്മൾ കേൾക്കണം, ജീവിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് വിജയത്തിലേക്ക് എത്തിയവരുടെ കഥകൾ. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയ പല ആളുകളുടെയും ജീവിതത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മളൊന്ന് പഠിക്കണം. അത് പഠിക്കുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും തന്നെ നമ്മുടെ ജീവിതം നമുക്ക് പരാജയപ്പെട്ടു പോകില്ല. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രവർത്തനങ്ങളും, ഓരോരുത്തരുടെ ജീവനുകളും, മുമ്പേ കാലെ കൂട്ടി എഴുതി വെച്ച ഓരോ കഥകളും ഓരോ ചരിത്രങ്ങളും അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഉമ്മയുടെ ക്രൂരപീഡനങ്ങളും ബാപ്പയുടെ ക്രൂരപീഡനങ്ങളും ഭർത്താവിൻ്റെ പീഡനങ്ങളും ഭാര്യയിൽ നിന്നുള്ള അവഗണനയും ഇതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും, ഉമ്മ വാപ്പാനെ തല്ലുന്നു, വാപ്പ ഉമ്മയെ തല്ലുന്നു, മക്കൾ മാതാപിതാക്കൾ ആക്രമിക്കുന്നു. ദിനംപ്രതി നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്ന വാർത്തകൾ ഇങ്ങനെയൊക്കെയാണ്. ഈ വാർത്തകൾ നമുക്ക് തരുന്നത് വലിയ സന്ദേശങ്ങളുണ്ട് എന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം വരുന്നതും തരുന്നതും നമുക്കുമുള്ള ഏറ്റവും വലിയ പാഠങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുള്ള പാഠങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേവലം ഒരു വാർത്തയ്ക്കപ്പുറം അത് അവരുടെ വീട്ടിലല്ലേ, അല്ലെങ്കിൽ അത് അപ്പുറത്തെ നാട്ടിലല്ലേ, അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റിലല്ലേ, അടുത്ത രാജ്യത്തല്ലേ എന്നിങ്ങനെ നമ്മൾ തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്ത് നമുക്ക് നേടാൻ കഴിയും, ആ ഒരു അറിവ് കൊണ്ട്, ആ നേട്ടം കൊണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും അവരെ ഉള്ളൂ നമ്മളെ ശകാരിക്കാനും നമ്മോട് നല്ലത് ഉപദേശിക്കാനും. നമ്മുടെ ജീവിതം കണ്ട് അവർ ആസ്വദിക്കുകയാണ്, നമ്മുടെ വളർച്ച കണ്ട് അവർ സന്തോഷിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും മോശത്തരങ്ങൾ വരുമ്പോൾ അതുകൊണ്ടാണ് അവരത് തിരുത്തുന്നത്. ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടായിരിക്കാം, ചിലപ്പോൾ പഠിച്ചിട്ടായിരിക്കാം. ആ രൂപങ്ങളിലേക്ക് നമ്മളെ തിരുത്തുന്നത് ഒന്നും കൊണ്ടല്ല, നമ്മുടെ വളർച്ചയും നമ്മുടെ തുടർച്ചയും എല്ലാം കണ്ട് അവിടുന്ന് സന്തോഷം കൊള്ളാൻ. അതുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് സ്വയം തിരുത്തണം. ഉമ്മ ചീത്ത പറഞ്ഞു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ വാപ്പയൊന്ന് ശകാരിച്ചു എന്നതുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. എന്നിരുന്നാലും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, മക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. അതിൻ്റെ പുറമെ തന്നെ രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ വളർന്നത് പോലെയല്ല ഇന്ന് നമ്മുടെ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മക്കളുടെ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാത്തത്, നമ്മൾ കേൾക്കാത്തത്, നമ്മൾ ഒരിക്കലും നമ്മുടെ ചെറുപ്പത്തിൽ ചിന്തിക്കാത്ത ഓരോന്നാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. നമ്മുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ പോലും അറിയാതെ തന്നെയാണ്, നമ്മുടെ മുമ്പിലൂടെയാണ് അവരതുകൊണ്ട് നടക്കുന്നത്, കണ്ണും കേട്ടു നടക്കുന്നത് എന്നതുപോലും നമ്മൾ അറിയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യകളും ചിന്തകളും, സത്യം പറഞ്ഞാൽ എന്തു ചെയ്താലും, മക്കൾക്ക് തെറ്റ് ചെയ്താൽ പോലും ഒന്നും തിരിച്ചു പറയാൻ കഴിയാത്ത, അതിന് വരെ നിയമം അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാകുമ്പോഴും നമ്മുടെ മക്കളുടെ മെന്റലി തകർന്നുകൊണ്ടിരിക്കും എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും അടിക്കുമ്പോൾ, ചീത്ത പറയുമ്പോൾ, നമ്മുടെ വാപ്പയും ഉമ്മയും, ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കണം, നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മോടന്ന് ശകാരിച്ചപ്പോൾ, നമ്മൾ ചെയ്തപ്പോൾ ശകാരിച്ചപ്പോൾ, ചീത്ത പറയുമ്പോൾ, അടിക്കുമ്പോൾ നമുക്കത് അവരോട് വെറുപ്പായിട്ടല്ല തോന്നിയിരുന്നത്.
നമുക്കവരോട് നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു കുറ്റബോധവും അവരോട് ഒന്നുകൂടെ അടുപ്പം കൂടുകയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. മക്കൾ ന്യായീകരിക്കുകയാണ്, ഞാൻ അതിനല്ല ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ അതല്ല ചെയ്തത്. സ്വന്തം ഭാഗം ക്ലിയറാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന കാലം, തെറ്റുകളെ മുഴുവനും മറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലം. വാപ്പയും ഉമ്മയുടെയും കണ്ണിൽ തെറ്റായി കണ്ടത്, സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റായി കണ്ടത്, അത് തെറ്റല്ല എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വാപ്പാക്കും ഉമ്മയ്ക്കും ചോദിക്കുന്നവരുടെ മുമ്പിൽ തെറ്റല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പെടാപ്പാടുപെടുന്ന, അതിന് സമയം കണ്ടെത്തുന്ന, സംസാരിച്ച് വാദിച്ച് ജയിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന നമ്മുടെ മക്കൾ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അന്ന് അങ്ങനെയല്ലായിരുന്നു, ഇന്ന് അങ്ങനെയാണ് പല മക്കളുടെയും അവസ്ഥ. നമ്മുടെ പ്രവർത്തനവും നമ്മുടെ സംസാരവും അപ്പോൾ അതിനനുസരിച്ചാകണം എന്ന് നാം എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികൾ അവർ വളരുകയാണ്, ചിന്ത വളരുകയാണ്, ലോകം വളരുകയാണ്. നമ്മൾ ശകാരിക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ പഴയ കാല കഥകളും എല്ലാം എടുത്ത് നമ്മൾ പറയും. ചീത്ത പറയുമ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് പറയും, ഞാൻ അങ്ങനെയായിരുന്നു, നിന്നെ അങ്ങനെ നോക്കിയതല്ലേ, നിന്നെ ഇങ്ങനെ നോക്കി, നിനക്കെല്ലാം വാങ്ങിത്തരുന്നില്ലേ, എല്ലാ കണക്കൊക്കെ പറയും. ഈ കണക്ക് നമ്മൾ പറയേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ ദേഷ്യം വരുന്ന സമയത്തല്ല. ആ കണക്കുകൾ ആ മക്കൾക്ക് നമ്മൾ കൊടുത്തും നമ്മൾ പറഞ്ഞും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തുമാണ് അവർക്കത് ബോധ്യപ്പെടുത്തേണ്ടത്. ദേഷ്യം വരുന്ന സമയത്തെല്ലാം എടുത്തു പറഞ്ഞ് നിനക്ക് ഞാൻ ഇതെല്ലാം ചെയ്തു, ഇതെല്ലാം കാട്ടിത്തന്നു എന്ന് പറയുന്നത് മക്കളുടെ മനസ്സിനകത്തേക്ക് വാശിയും ദേഷ്യവും അല്ലെങ്കിൽ ആ ചെയ്തു തന്നതിനെ കൊണ്ടുള്ള ഒരു വെറുപ്പല്ലാതെ ഒന്നും തന്നെ നമുക്ക് നേടാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പഴയ കാലത്ത് നമ്മുടെ വാപ്പയമ്മയും നമുക്ക് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് തോന്നിയിട്ടുണ്ടാകും, അങ്ങനെ തന്നെ ശരിയാണ്. പക്ഷേ ഇന്ന് തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. മക്കളുടെ ചിന്തകൾ പുതിയ ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറാൻ കഴിയണം. എൻ്റെ പ്രിയമുള്ളവരെ, ചില രക്ഷിതാക്കൾ അടിക്കുമ്പോൾ, ചീത്ത പറയുമ്പോൾ കൈ കിട്ടിയത് പിടിച്ചിട്ട് അടിക്കും, തൊള്ളിയിൽ വന്നത് പറയും. ചെയ്യരുത്. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും നമ്മളായി നിൽക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ശൈത്താൻ കടന്നു വരരുത്. നമ്മുടെ മക്കളോട് ചിലപ്പോൾ ചൂടാവും, എന്തെങ്കിലുമൊക്കെ കുസൃതി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, സ്വാഭാവികമാണ്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ നമ്മളായി നിന്നുകൊണ്ട് വേണം ചൂടാവാനും. മക്കൾക്ക് മുമ്പിൽ അത് ദേഷ്യപ്പെടുകയാണെന്ന് തോന്നുകയും അല്ലെങ്കിൽ കാര്യം പറയുകയാണ് എന്ന് തോന്നുകയും നമ്മുടെ ഉള്ളിനകത്ത് ഒരു ദേഷ്യമോ ഒരു വാശിയോ ഒരു വെറുപ്പോ അവരോട് വരാത്ത രൂപത്തിൽ വേണം നമ്മൾ പറയാൻ. ദേഷ്യപ്പെടുന്നതിനപ്പുറം നിങ്ങൾ കാര്യം പറഞ്ഞു നോക്കൂ, അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളിലേക്ക് ഫലിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ദേഷ്യപ്പെടലല്ലോ വേണ്ടത്. നമ്മുടെ മക്കളോട് നല്ല രീതിയിൽ സംസാരിക്കുകയാണ് വേണ്ടത്, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഈ പൊന്നുമോനെ 14 വയസ്സുകാരൻ്റെ ആത്മഹത്യ കണ്ടപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ വളരെയധികം സങ്കടം തോന്നി. നമ്മൾ ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളെ കൊണ്ടായിരിക്കും മക്കൾ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പറയും ഒരുമാതിരി പറച്ചിൽ. സത്യാവസ്ഥ നോക്കുമ്പോൾ നമ്മളത് പറഞ്ഞത് കുറ്റബോധം ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും. ആ രൂപത്തിലുള്ള ഒരു പറയലായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ വലിയ അപകടത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും മനസ്സിലാക്കട്ടെ. നമ്മുടെ കുട്ടികൾക്ക് അറിവിൻ്റെ പുറമെ നമ്മൾ തിരിച്ചറിവ് നമ്മൾ കൊടുക്കണം. പുസ്തകങ്ങൾ മറിക്കുന്നതിനപ്പുറം ചുറ്റുഭാഗത്തേക്ക് അവരെ ചലിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, വാപ്പാൻ്റെ ജീവിതത്തിലേക്ക്, ഉമ്മയുടെ ജീവിതത്തിലേക്ക്. രാവിലെ വാപ്പ വീട്ടിൽ നിന്നങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിയണം മക്കൾക്ക്. എന്താണ് ജോലി എന്ന് പോലും ഇന്ന് പല മക്കളോട് ചോദിച്ചാൽ അതുപോലും പറയാൻ കഴിയില്ല. വാപ്പ ഗൾഫിലാന്ന് പറയും, പക്ഷെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ അതുപോലും മക്കൾക്കറിയില്ല. ഉമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന് മക്കൾ കാണണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുഭാഗം, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ വെളാപ്പ് മൂന്നാപ്പ്, വല്യമ്മ ഇവരുടെയൊക്കെ ജീവിത കഥകളും ഇവരെ കുറിച്ചും മക്കളായ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഈ ദുനിയാവിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവർ എന്താണോ അവർ ചിന്തിക്കുന്നത് എന്താണോ ആ രൂപത്തിൽ മാത്രമേ പോകുള്ളൂ. നമ്മുടെ ഒരു റൂട്ടുണ്ട്. എൻ്റെ മകൻ എന്ത് കാണണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ രൂപത്തിലാകണമെന്ന് ചിന്തിക്കേണ്ടതും പറയേണ്ടതും ഞാനാണ്. നിങ്ങളത് നിങ്ങളാണ്. ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തണം. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മകന് കാണാവൂ. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ കേൾക്കാവൂ. ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മകനും ചിന്തിക്കാവൂ എന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തുന്നുണ്ടെങ്കിൽ എൻ്റെ വാപ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യില്ല, ഉമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യില്ല, എൻ്റെ കുടുംബത്തിന്റെ പേര് ദോഷം വരുത്ത ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് നമ്മുടെ മക്കളുടെ മനസ്സിനകത്തൊരു മൈൻഡ് വരണമെങ്കിൽ, അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ട് എങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ വിജയി. മനസ്സിലാക്കണം. നമ്മൾ ശകാരിക്കുന്നതിൻ്റെ അപ്പുറം
നമ്മൾ ചീത്ത പറയുന്നതിൻ്റെ അപ്പുറം നമ്മുടെ മക്കൾക്ക് തോന്നുന്നത് ഞാനത് ചെയ്താൽ എൻ്റെ വാപ്പയ്ക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ എൻ്റെ വാപ്പയ്ക്ക് അത് വേദനിക്കും, ഉമ്മാന്റെ കൽബ് പിടയും എന്നെന്ത് ചെയ്യണം നമ്മുടെ മക്കൾക്ക് തോന്നണം. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം എൻ്റെ അറിവിൽ +2 പഠിക്കുന്ന ഒരു പൊന്നുമോനുണ്ട്. ആ പൊന്നുമോൻ വിളിച്ചിട്ട് വളരെ സങ്കടത്തോടു കൂടി പറയാണ്, ഉസ്താദേ, ഞാൻ എൻ്റെ കൂട്ടുകാരപ്പം വീട്ടിൽ പറയാതെ പുറത്ത് ഒന്ന് പോയി, അത് എൻ്റെ വീട്ടിലറിഞ്ഞു, വാപ്പയ്ക്ക് അത് ഏത് രൂപത്തിലാണ് കാണാൻ കഴിയുക എന്ന് എനിക്കറിയില്ല. വാപ്പയ്ക്ക് അങ്ങനത്തെ വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ അയക്കുന്നത് കുറച്ച് വൈകിട്ടാണ് ഞാൻ പിന്നെ വീട്ടിൽ എത്തിയത്. അപ്പോൾ വാപ്പയ്ക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും തെറ്റിദ്ധാരണ വരുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. വാപ്പ എന്നോട് കൂടുതലായിട്ടൊന്നും സംസാരിക്കലൊന്നുമില്ല, ചീത്ത പറയലൊന്നുമില്ല. പക്ഷേ വാപ്പയ്ക്ക് ഞാനത് ചെയ്തത് വിഷമമായിട്ടുണ്ട് എന്ന് വാപ്പയുടെ മുഖത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാകുന്നു. ആ പൊന്നുമോൻ അത് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഈ കാലത്തും വാപ്പാന്റെയും ഉമ്മാന്റെയും ഹൃദയങ്ങൾ വേദനിക്കുന്ന, അത് കാണാൻ കഴിയുന്ന മക്കൾ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അതാലോചിച്ചു നിങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ സങ്കടപ്പെട്ടു പോയിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. എൻ്റെ പ്രിയമുള്ള, അതുപോലെ ആകാൻ കഴിയണം ഓരോ മക്കളും. നമ്മുടെ മക്കളെ നമുക്ക് അതുപോലെ ആക്കാൻ കഴിയണം. കൂടുതലായിട്ട് ചൂടാവലോ അല്ലെങ്കിൽ അടിക്കലോ ഒന്നുമല്ല. നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്നേഹം അവർക്ക് കാണാൻ കഴിയണം, അവർക്ക് കിട്ടണം. അതാണ് ഏറ്റവും വലിയ ഒരു രക്ഷിതാവ് എന്ന് പറയുന്നത്. വാപ്പയും ഉമ്മയും എന്നത് ജനിപ്പിച്ചാലായി. പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ, മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ രക്ഷിതാവ് എന്നൊരു കോളം കൂടെ ഉണ്ട്. പാപ്പയും പിതാവും മാതാവും കഴിഞ്ഞാൽ രക്ഷിതാവിൻ്റെ ഒരു കോളുണ്ട്. അതെന്തിനെന്നറിയോ? ഈ കുട്ടിയെ സംരക്ഷിക്കാണ് വേണ്ടത്. രക്ഷിതാവാണ് നമ്മൾ ആകേണ്ടത്, പാപ്പയ്ക്കും ഉമ്മയ്ക്കും അപ്പുറം. അല്ലാഹു തആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ നമ്മുടെ മക്കൾ. അവരുടെ ജീവിതമോ അവരുടെ ജീവിതത്തിൻ്റെ മേഖലകളോ നമ്മൾ കാരണം കൊണ്ട് തകരാൻ പാടില്ല. പട്ടിണി കിടന്ന കഥയും മറ്റുമൊക്കെ നമ്മൾ പറയുന്നതിനപ്പുറം നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നമ്മുടെ മക്കളും അറിയണം. ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിനകത്ത് ഒരു വട്ടമേശ സമ്മേളനം കൂടാൻ നമുക്ക് കഴിയണം. രാത്രിയായാൽ ഇന്ന സമയത്ത് മക്കൾ വീട്ടിൽ വരണം. എന്നിട്ട് വാപ്പയും ഉമ്മയും ഒന്നിച്ചിരുന്ന് മക്കളൊന്നിച്ചിരുത്തിയിട്ട് അവരുടെ അനുഭവങ്ങൾ പറയണം, പുതിയ തീരുമാനങ്ങൾ എടുക്കണം, ഇങ്ങനെയാകണമെന്ന് പറയണം. 5 വക്ത നിസ്കാരം വീട്ടിലുണ്ടാകുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടാണ് 1ാം നമ്പർ, ഫസ്റ്റ് ക്വാളിറ്റിയുള്ള വീട്. നമ്മുടെ വീടുകളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ കുടുംബങ്ങളൊക്കെ തകരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ വീട്ടിനകത്ത് ഇല്ല എന്നതാണ്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. നന്മയുടെ പക്ഷം നിൽക്കാൻ അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. നമ്മളൊരു ആത്മഹത്യ ചെയ്തു, പാപ്പയും ഉമ്മയും അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും അതിന്? നമ്മളൊക്കെ കേരളത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാണ് പ്രയാസത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. കടം കയറിയതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിലെ 4-5ഓളം ആളുകൾ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? എന്ത് നേടാൻ കഴിഞ്ഞു? നമുക്ക് കടം വന്നു, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് നമുക്ക് കൊടുക്കാൻ കഴിയണില്ല, ഒരുപാട് കടമുണ്ടായി. എന്നിട്ട് നമ്മളങ്ങോട്ട് ആത്മഹത്യ ചെയ്തു. നമ്മൾ ആലോചിക്കണ്ടേ, ആ കടക്കാരൻ ചിലപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കാണ്ടാകും. അയാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് ഇത് എങ്ങനെ കിട്ടും? അയാൾ എന്ത് ചെയ്യും? എൻ്റെ പ്രിയമുള്ളവരെ, ആ സമയം ഇല്ല വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും അവൻ്റെ കട നമ്മൾക്ക് കടം വീട്ടുന്നതല്ല ഏറ്റവും നല്ലത്. സമൂഹത്തിൽ നമ്മളൊരു കടക്കാരനായി റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ബാധ്യതയുള്ളവനായി നമുക്ക് വീട്ടാൻ കഴിഞ്ഞു. മാത്രമല്ല, ആത്മഹത്യ ചെയ്തതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി ഒളിച്ചോടുക എന്നൊരൊറ്റ കാര്യം അതിൽ നിന്ന് വരില്ലേ? എന്താണ് ആത്മഹത്യ കൊണ്ട് നമുക്ക് കിട്ടുന്നത്? അല്ലാഹു തആല ബോധം നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ആത്മഹത്യ എന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മഹത്യ ചെയ്തവരെ, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവരുടെ മയ്യത്ത് പോലും അവർ നിസ്കരിച്ചിട്ടില്ല, മറ്റുള്ളവരെ ഏൽപ്പിക്കുമായിരുന്നു. അതിൻ്റെ ഗൗരവത്തെയാണല്ലോ അറിയിക്കുന്നത്. വലിയ പാപമാണത് എന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവർക്ക് സ്വർഗം അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നരകത്തിൻ്റെ തട്ടുകളിൽ അവരെ നിൽക്കുമ്പോൾ, ആ നരകത്തിൻ്റെ ഏറ്റവും വലിയ ഭയാനകമായ അവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ എന്ത് ആയുധം കൊണ്ടാണ് അവരുടെ ജീവിതം അവർ നഷ്ടപ്പെടുത്തിയത്? ആ ആയുധം അവരുടെ കയ്യിൽ കൊടുത്ത്
അവരുടെ ജീവിതത്തിൽ അവരുടെ ആ നരകശിക്ഷ അതിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ ആയുധം കൊണ്ട് അവരെ കുത്തുകയാണ്. അവർ വിഷം കഴിച്ചിട്ടാണ് മരിച്ചതെങ്കിൽ ആ വിഷം കൈ കൊടുക്കുകയാണ്, വീണ്ടും ഇങ്ങനെ കുടിക്കുകയാണ്, അങ്ങനെ മരിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. അതിൻ്റെ വേദന വീണ്ടും വീണ്ടും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ല മലയുടെ മുകളിൽ നിന്നോ കുന്നിൽ നിന്നോ ബിൽഡിങ്ങിൽ നിന്നോ ചാടിയിട്ടാണെങ്കിൽ വീണ്ടും അവർ തന്നെ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ സമ്പത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് ഒരിക്കലും കൊടുക്കരുത്. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന പല ആളുകളുടെയും ജീവിതം അവർ പഠിക്കട്ടെ. ഇന്ന് നോക്കൂ, നിങ്ങൾ ഫലസ്തീനിൻ്റെ മക്കളെ നോക്കൂ. എത്രയോ വീട് നഷ്ടപ്പെട്ടവർ, കുടുംബം നഷ്ടപ്പെട്ടവർ, ഭാര്യ നഷ്ടപ്പെട്ടവർ, ജീവിതത്തിന്റെ മുഴുവൻ ഭാഗം മുഴുവൻ നഷ്ടപ്പെട്ടവർ, ശരീരത്തിന്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടവർ, ഒന്നുമില്ലാതെ മനുഷ്യ ശരീരം പോലെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ ഒരു വിഭാഗം. ആ വിഭാഗത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത നമ്മൾ കണ്ടോ? ആ വിഭാഗത്തിൽ ആരെങ്കിലും സ്വന്തം ജീവൻ ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെടുത്തിയത് കണ്ടോ? ഇത് നിങ്ങൾ ആഫ്രിക്കന്റെ പല രാജ്യങ്ങളെ സ്ഥലങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എൻ്റെ പ്രിയമുള്ളവരെ, എത്ര പേരാണ് പട്ടിണി കിടക്കുന്നത്, എത്ര പേരാണ് പട്ടിണി കിടക്കുന്നത്. അല്ലാഹു തആല ആ പട്ടിണി എന്ന ദുരന്തങ്ങളിൽ അല്ലാഹു തആല നമുക്ക് അതിരക്ഷിക്കട്ടെ. അവരാരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? മനസ്സിലാക്കണം, അവർക്ക് തിരിച്ചറിവുണ്ട്. അല്ലാഹു ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ സമ്പത്തിൻ്റെ ബോധം നമ്മൾ കൊടുക്കരുത്. എന്തെങ്കിലും നേടണം, സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കണം. നമ്മൾ പറയും, മക്കളെ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ദുനിയാവിൽ എന്ന് നമ്മൾ പറയും. തെറ്റാണ്. നിങ്ങൾക്ക് റബ്ബിനെ കണ്ടെത്താൻ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നമ്മുടെ മക്കളാണ് ഏറ്റവും വലിയ വിജയി. സമ്പത്തിന്റെ പുറമെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക റബ്ബിനെ കാണാൻ, മുത്തുനബിയെ കാണാൻ, 5 വഖത്ത് നമസ്കരിക്കാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് സമ്പത്ത് പടച്ചോൻ തരൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ വിജയിപ്പിക്കൂലേ? നമ്മൾ സമ്പത്തിന്റെ പുറകെ നമ്മുടെ മക്കളത് പറഞ്ഞാൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആരെ കൊന്നിട്ടായാലും കട്ടിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും അവർ സമ്പത്തുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലെത്തിയാൽ അവരുടെ എല്ലാ പഠനത്തിന്റെ മേഖലയിലെ താളവും തെറ്റും. നമ്മൾ പറയുമല്ലോ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കുട്ടി നല്ല പഠനമായിരുന്നു, നല്ല കാര്യങ്ങളിലായിരുന്നു, നല്ല മാർക്ക് ഉണ്ടായിരുന്നു, SSLCക്കൊക്കെ ഫുൾ A+ ആണെന്ന് പറയും. പിന്നെ +2 ഡിഗ്രിയൊക്കെ എത്തുമ്പോൾ എൻ്റെ കുട്ടി വളരെയധികം മോശമാകാണ്, പഠനത്തിൽ ശ്രദ്ധയില്ല, അവന് വേറെ ഏത് ചിന്തയിലാന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ വാക്കിൽ നിന്ന് അറിയാതെങ്കിലും വന്നിട്ടുണ്ടാകും, മോനെ ജീവിക്കണമെങ്കിൽ പണം വേണമെന്ന്. അതില്ലാതെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ മക്കളുടെ മെയിൻ എന്താ പറയുക, നിങ്ങൾ പണം ഉണ്ടാക്കണം, എങ്ങനെ പണം ഉണ്ടാക്കുക എന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ കഷ്ടപ്പെടും. അത് എങ്ങനെയാണെങ്കിലും അവർ നേടിയെടുക്കാനാണ് ശ്രമിക്കുക. അതിൻ്റെ പരാജയം നമുക്കാണ് എന്ന് നമ്മൾ അറിയാതെ പോകരുത്. ജീവിതത്തിൽ പണം വരും, പണം പോകും, അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് തിരിച്ചറിവാണ് വേണ്ടത്. അറിവിൻ്റെ പുറമെ തിരിച്ചറിവ്, പണത്തിൻ്റെ പുറമെ റബ്ബിനെ കുറിച്ചും അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുമുള്ള ഓർമ്മ. ഈ 2 കാര്യങ്ങൾ നമ്മുടെ മക്കളിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം നന്നാകും. ഈ പറയുന്ന പണം നമ്മുടെ മുമ്പിൽ വരും. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, നല്ല മക്കളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.